വർഷമായി നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്? 50 years ആയി. 1975. 1975. ഒന്ന് പറയാമോ ഈ 50 ഇയേഴ്സിന്റെ ഒരു എക്സ്പീരിയൻസ് നമ്മളുടെ പുതിയ ജനറേഷന് കൊടുക്കാൻ പറ്റി? 50 ഇയേഴ്സ് ലോങ് 50 ഇയേഴ്സ് ഞങ്ങൾ എങ്ങനെ സർവൈവ് ചെയ്തു, മാരേജ് എങ്ങനെ സർവൈവ് ചെയ്തു? പറഞ്ഞാൽ നമ്മളുടെ ഒരു അറേഞ്ച് മാരേജ് ആയിരുന്നു. പേരൻസ് പ്രപ്പോസ് ചെയ്തു. നമ്മൾ അതിന് മുമ്പേ ഉള്ള ഒന്നും പരിചയമൊന്നും ഇല്ലാത്ത ഒരു മാരേജ് ആയിരുന്നു. പക്ഷേ ആഫ്റ്റർ മാരേജാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ലവ് ആൻഡ് കെയർ എല്ലാം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറെൻ്റ് എൻവയൺമെൻറ്റിൽ നിന്ന് വന്നെങ്കിൽ പോലും നമ്മളത് എല്ലാം അതിജീവിച്ച് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കേണ്ട ഫ്രീഡവും കൊടുത്ത് രണ്ടുപേരും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇൻ ബിറ്റ്വീൻ ഫൈറ്റ്സും ഒക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ഞാൻ അതേ വന്ന് കയറിയ ദിവസം മുതൽ ഇന്നു വരെ സപ്പോർട്ടീവായിട്ട് തന്നെ നിന്നു. എൻ്റെ ലൈഫിൽ എനിക്ക് എല്ലാ സപ്പോർട്ടും ഹസ്ബൻഡ് തന്നുകൊണ്ടാണ് എന്തെങ്കിലും ചെറിയ ഇതെങ്കിലും നമുക്കാകാൻ സാധിച്ചത്. പിന്നെ അതുപോലെ ഫൈനാൻസ് പാർട്ട് ഒരാൾ വർക്ക് ചെയ്ത് നമ്മൾ ബഡ്ജറ്റിംഗ് ആയിരുന്നു. ഫസ്റ്റ് ടൈം ഓൺവേർഡ്സ് നമ്മൾ ബഡ്ജറ്റ് ചെയ്ത് ഓരോ കാര്യത്തിനും മണി മാറ്റി വെച്ച് നമുക്ക് പേരൻസിനെ സപ്പോർട്ട് ചെയ്യണമായിരുന്നു, പിള്ളേർ എല്ലാം ബഡ്ജറ്റ് ചെയ്താണ് നമ്മൾ ജീവിച്ചത്. അങ്ങനെ നമ്മൾ ബഡ്ജറ്റ് ചെയ്ത് ഞങ്ങൾക്ക് കുറേ ട്രാവൽ ചെയ്യാൻ പറ്റി, നമുക്ക് ഒരുവിധം സേവ് ചെയ്യാൻ പറ്റി, നല്ലൊരു ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റി. ഇതെല്ലാം നമുക്ക് പിള്ളേർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാനും പേരൻസിൻ്റെ കാര്യത്തിനെല്ലാം ചെയ്യാനും ഒക്കെ ഞങ്ങൾക്ക് സാധിച്ചു. മന്ത്ലി സാലറി കിട്ടുമ്പം നമ്മൾ ഇത്രേ സ്പെൻഡ് ചെയ്യാവൂ എന്ന് വിചാരിച്ച് എല്ലാം ബഡ്ജറ്റ് ചെയ്യും. ഇപ്പോൾ എന്ത് പേരൻസിന് കൊടുക്കണം, നമ്മുടെ കാര്യത്തിന് എത്ര വേണം, കുറച്ച് സേവ് ചെയ്യണം. അങ്ങനെയുള്ള ഒരു മെൻറ്റാലിറ്റിയിലാണ് നമ്മൾ 75 ഓൺവേർഡ്സ് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്തുകയും ചെയ്തു ചെറിയ തോതിലൊക്കെ. അതൊക്കെ മാരിറ്റൽ ലൈഫിൽ ഒരു മാൻ ആൻഡ് വുമൻ ഒന്നിച്ച് ജീവിക്കുമ്പോൾ അവരുടെ ഇടയിൽ ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് എന്താണ്? നിങ്ങളൊരു എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ലവ് ഉണ്ടായിരിക്കണം, ലവ് ആൻഡ് കെയർ ഉണ്ടായിരിക്കണം. ഒരാൾക്ക് സ്പേസ് കൊടുക്കണം മറ്റുള്ളവർക്ക് ഉള്ള ഇത്. പിന്നെ രണ്ടു പേരുടെ പേരൻസ് സൈഡിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. ആ റെസ്പെക്റ്റ് ഇല്ലെങ്കിലുള്ള ആ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ലൈഫിൽ വരും. ലൈഫിൽ ഐ എം ഷുവർ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസ് ഉണ്ടായിട്ടുണ്ട് ഒരുപാട്. ഈ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഇതെങ്ങനെ നിങ്ങൾ ഹാൻഡിൽ ചെയ്തത്? അത് ഞങ്ങൾക്ക് ഇല്ലാത്ത ദിവസങ്ങളില്ലായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഉണ്ടെങ്കിൽ പോലും സന്ധ്യാകുമ്പോഴത്തേക്ക് ഞങ്ങളത് ഞങ്ങൾ രണ്ടുപേരും കൂടെ പറഞ്ഞു തീർന്നിരിക്കും. 100% തീർത്തിരിക്കുമായിരുന്നു. പിന്നെ പറഞ്ഞില്ലേ, ആദ്യം രണ്ട് ഫാമിലിയും രണ്ട് ഡിഫറെൻറ്റ് എൻവയൺമെൻറ്റിൽ വന്നതല്ലേ. ചെറിയ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ആദ്യ കാലങ്ങളുണ്ട്. അത് പിന്നെ കുറച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായി, അതിൻ്റെ ഇമ്പോർട്ടൻസ് രണ്ടുപേർക്കും മനസ്സിലായി. അങ്ങനെ ഞങ്ങളങ്ങ് ഭംഗിയായിട്ട് കൊണ്ടു നടന്നു ഇത്ര കാലം. ഇനിയും കഴിയുന്ന കാലം ഞങ്ങൾ വേണം വരെ ഞങ്ങൾ കൊണ്ടു നടക്കുകയും ചെയ്യും. എക്സ്പെക്ടേഷൻസ് നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചേൽപ്പിക്കാൻ തുടങ്ങുക, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് വല്ലതുണ്ട്? ഐ എക്സ്പെക്ട് ദിസ് ഫ്രം മൈ വൈഫ് അല്ലെങ്കിൽ ഐ എക്സ്പെക്ട് ദിസ് ഫ്രം മൈ ഹസ്ബൻഡ്. അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ കൂടുതലായിട്ട് നിങ്ങളുടെ ഫാമിലി ലൈഫിന് ഒത്തിരിയായിട്ട് നിങ്ങൾ കൊണ്ടുവരുന്നോ? അങ്ങനെ ഞാൻ കൊണ്ടുവന്നിട്ടില്ല. അല്ല മനസ്സിൽ അങ്ങനെ എക്സ്പെക്ടേഷൻസ് അങ്ങനെയല്ലായിരുന്നു, അഡ്ജസ്റ്റ്മെൻ്റ് ആയിരുന്നു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിച്ച് ജീവിക്കണം എന്നൊരു ആഗ്രഹം, അത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ കുറച്ചൊക്കെ എൻ്റെ എക്സ്പെക്റ്റേഷൻസ് ഓപ്പൺ അപ്പ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ എനിക്ക് ഇതൊരു എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, നമുക്കത് ട്രൈ ചെയ്താലോ, അങ്ങനെ അതിൻ്റെ ഒരു സജഷൻ കൊടുക്കുമായിരുന്നു. അങ്ങനെ ഒരു ഇന്നപോലെ ആയിരിക്കണം, എൻ്റെ വൈഫ് ഇന്നതുപോലെ ആയിരിക്കണം, ഇതുപോലെ സാരി കൊടുത്തേക്കും, ഇതുപോലെ ആൾക്കാരുടെ മുമ്പിൽ വരണം എന്നൊന്നുമില്ല. ഐ ഗേവ് ഹെർ ഫുൾ ഫ്രീഡം. അല്ല, ഇമോഷണൽ വാല്യൂ എനിക്കും കിട്ടി.
അല്ല, ഇമോഷണൽ ചോദിക്കുവാണെങ്കിൽ ഇപ്പം നമുക്ക് കിട്ടാത്ത ഒരു കാര്യമാണ് എൻ്റെ ഹസ്ബൻഡിൽ നിന്ന്. അത് ഞാൻ പറയുവാണെങ്കിൽ ഇപ്പം നമ്മൾ ഇതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്, നമുക്ക് അവിടെ ഒന്ന് പോകണോ, അതാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, ഇമോഷണൽ സപ്പോർട്ട്. യാത്രകളൊന്നുമല്ല, ഇമോഷണൽ എന്നെ കൂടുതൽ മനസ്സിലാക്കണം, എന്നെ എന്റെ വേദനകൾ കാണണം, എന്നെ വീട്ടിനാൽ സപ്പോർട്ട്, അങ്ങനത്തെ അത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞും കണ്ടും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അഥവാ ഒക്കുന്നില്ലെങ്കിൽ മാത്രം ചിലപ്പോൾ ഇത് പറ്റിയില്ലല്ലോ, എന്താ അത് അങ്ങനെ മനസ്സിനെ വയൽ വല്ലതും പറയുമെന്നല്ലാതെ മ്യൂച്വൽ, അതായത് രണ്ടുപേരും അവരവരുടെ ഫ്രീഡത്തില് എല്ലാ കാര്യങ്ങളും അവരുടെ റെസ്പോൺസിബിലിറ്റി ഷുവർ ചെയ്തു. അതെ, ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ഒന്നും ചെയ്തില്ല എന്ന് കണ്ട് മറ്റേ ആള് അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാനോ പറയാനോ എന്നുള്ള ഒരു റെസ്പെക്റ്റും ഒരു ഫ്രീഡം നിങ്ങളുടെ ഇടയിലുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്നു. അതുണ്ടായിരുന്നു. ഒന്നും കൂടുതലായിട്ട് അടിച്ചേൽപ്പിക്കുക ഇല്ല, അടിച്ചേൽപ്പിക്കാൻ ഇല്ലായിരുന്നു. അപ്പം നമ്മള് ഇന്നിപ്പം നമ്മളിത് ഈ ഒരു ആൽബം, വെഡിങ് ആൽബം, ഇതൊന്ന് റീക്രിയേറ്റ് ചെയ്യാനായിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് തോന്നിയത്? റീക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് പിക്ചേഴ്സ് എങ്കിലും ഇത് ചെയ്യാം. ഞങ്ങൾക്ക് ആൽബത്തിൻ്റെ ഒരു വലിയൊരു കളക്ഷനുണ്ട്. ആദ്യം മുതൽ ഞങ്ങളുടെ വെഡിങ് തൊട്ട് കുഞ്ഞുങ്ങളുടെയും അവരുടെ ബാപ്റ്റിസവും മറ്റേതും എല്ലാം ഞങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫോട്ടോസും എല്ലാം കാണുമ്പോൾ ഞങ്ങളുടെ ആ പാസ്റ്റ് എപ്പോഴും ഇങ്ങനെ ഞങ്ങൾ അതിൻ്റെ മെമ്മറീസ് റിന്യൂ ചെയ്തുകൊണ്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ ഞങ്ങൾക്ക് തോന്നും അങ്ങനെ അതിൽ നിന്ന് നമുക്കൊരു സന്തോഷം കിട്ടും. നമ്മൾ ഇങ്ങനെ പഴയതും ഇതും കൂടെ നോക്കുമ്പോൾ നമുക്കതിൻ്റെ ഒരു ഹാപ്പിനെസ് കിട്ടുമല്ലോ. നമ്മളെങ്ങനെയായിരുന്നു, ഇപ്പം നമ്മളെങ്ങനെ നിൽക്കുന്നു എന്നൊക്കെയുള്ള ആ ഒരു ഹാപ്പിനെസ്. നിങ്ങളെ സംബന്ധിച്ച് ഹാപ്പിനെസ് നിങ്ങൾ കണ്ടെത്തണം. അതെ. നമ്മൾ തന്നെത്താൻ കണ്ടെത്തിയാലേ നമുക്ക് ഹാപ്പിനെസ് കൂടുതലും കിട്ടത്തുള്ളൂ. വേറൊരാളോട് ചോദിച്ചു അവർ ഇൻവോൾവ് ചെയ്ത് അവർ വേറെ രീതിയിലായിരിക്കും നമുക്ക് പറയുന്നത്. അപ്പം നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ ഹാപ്പിനെസ് കണ്ടെത്തുക. വേറൊരാൾക്ക് തോന്നും ഇതെന്തിനാ ഇവർ ചെയ്യുന്നത്, പക്ഷെ നമ്മുടെ സന്തോഷം. വേറെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് നിങ്ങൾ ചെയ്യുന്നത്? ഒറ്റയ്ക്ക് ജീവിക്കുന്നു, മക്കളൊക്കെ പുറത്ത്. അപ്പൊ ടു കീപ് യുവർസെൽഫ് എൻഗേജ്ഡ് നിങ്ങൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ഇപ്പം ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ ചെറിയ ട്രാവലൊക്കെ പോകും, നമ്മുടെ പഴയ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട്. പിന്നെ ഞങ്ങളുടെ ഈ വില്ലയിലൊക്കെ ചെറിയ കമ്മ്യൂണിറ്റി ലിവിങ് ആയതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഇൻവോൾവ് ചെയ്യും. പിന്നെന്താണ്, ഞങ്ങൾ കൂടുതലും ചെറിയ സിനിമ ഒക്കെ ഇരുന്ന് കാണും ഒരുമിച്ച്. അങ്ങനെ അതെ. ഞങ്ങൾക്ക് ഇവിടെ തിരുവാതിര, ഇപ്പോൾ ഓണം വരുമ്പം തിരുവാതിര, അതിനകത്തൊക്കെ ഞാൻ പോകും. പിന്നെ ക്രിസ്മസ് വരുമ്പം ക്രിസ്മസിൻ്റെ അതായ ഫങ്ഷൻസ്, ഓരോ ഫങ്ഷൻസ് ഞങ്ങളിവിടെ സെലിബ്രേറ്റ് ചെയ്യും. ആക്റ്റീവായിട്ടിരിക്കും. ഞാൻ പിന്നെ YWCA മെമ്പറാണ്. അപ്പോൾ അവിടുത്തെ ഓരോ പ്രോഗ്രാംസിനും കാര്യങ്ങൾക്കും ഒക്കെ പോകും. പിന്നെ ഞങ്ങൾ രണ്ടും കൂടെ കൂടുതലും ഈ വീക്കെൻഡ്സിലൊക്കെ ഈ ട്രാവൽ ചെയ്ത് എവിടെയെങ്കിലും കുട്ടിക്കാനോ അങ്ങനെയൊക്കെ പോകും. അപ്പം ചുരുക്കം പറഞ്ഞാല് ഒരു ഹാപ്പി ലൈഫ് by God's grace. Yeah. And it was not built in a day. No. ഒരു 50 yearsന്റെ ഹാർഡ് വർക്കും ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് അതെ കൊണ്ടിരിക്കുന്നു. അതെ തീർച്ചയായിട്ടും. So what I feel is that ഒന്നിനും ധൃതി വെച്ച് എല്ലാം ഇപ്പം തന്നെ വേണം എന്നുള്ള ഒരു ഇതിൽ പോകാതെ, if people can wait patiently for each other, പരസ്പരം മനസ്സിലാക്കി ഇങ്ങനെ ഒരു യാത്ര ചെയ്യാമെങ്കിൽ തുടക്കം ഒരു ഇച്ചിരി ഹമ്പും ബമ്പും ഒക്കെ ഉണ്ടെങ്കിലും ലേറ്റർ സ്റ്റേജസിൽ ലൈഫ് വിൽ ബി സ്മൂത്ത്. Surely. ഇതാണ് നിങ്ങളുടെ ലൈഫിന്റെ ഒരു എക്സ്പീരിയൻസ്. Yes. So thank you so much.